ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക്. സുഖമല്ലേ എല്ലാവർക്കും? നോമ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണമൊക്കെ മാറിക്കാണുമായിരിക്കും അല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എളുപ്പത്തിൽ ഈസി ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെടാത്ത ആരും തന്നെയില്ല, കുഞ്ഞുങ്ങളായാലും വലിയവരായാലും എല്ലാവർക്കും ഒരേപോലെ ചിക്കൻ ഫ്രൈ ഇഷ്ടമാണ്. എന്നാൽ സമയം ഒട്ടും കളയണ്ട കേട്ടോ, നമുക്കൊന്ന് വീഡിയോ കാണാം. അതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3/4 കിലോനോളം ചിക്കൻ എടുത്ത് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾ, മുളക്, അതേപോലെ മല്ലി, ഇതൊക്കെ ഒന്നിച്ച് പൊടിച്ച മുളക് പൊടിയാണ്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് എക്സ്ട്രാ ആയിട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനൊരു ടേബിൾ സ്പൂണോളം നമ്മൾ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ 2 ടേബിൾ സ്പൂണോളം നമുക്ക് കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവറിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇത് കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം. വെള്ളമൊന്നും ഒട്ടും ചേർക്കണ്ട. നമുക്കല്ലെങ്കിൽ തന്നെ നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളത്തിൻ്റെ നീർപ്പ് ഉണ്ടാവും. എല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്ക് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് ഇത് റെസ്റ്റ് ചെയ്തിട്ട് വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾക്കൊരു 5-10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് അപ്പം തന്നെ പൊരിച്ചെടുക്കാം. ഈ ചിക്കൻ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മൾ കൂടുതലൊന്നും തന്നെ ഇതിലേക്ക് സാധനങ്ങൾ ചേർക്കുന്നില്ല. എല്ലാം തന്നെ നമ്മളെ വീട്ടിലുള്ളതും അതേപോലെ തന്നെ നമുക്ക് എപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണിത്. ഞാൻ എൻ്റെ ചിക്കനിലേക്ക് എല്ലാ മസാലയും ഞാൻ ചേർത്തിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ മിക്സാക്കി ഞാനൊരു 10 മിനിറ്റോളം ഞാൻ അടച്ച് വെച്ചിട്ടുള്ളൂ. ഇനി നമുക്കൊരു ചീൻചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. നല്ലതുപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ കുറച്ചധികം എണ്ണ ഒഴിച്ച് കൊടുക്കാൻ നോക്കണം. നോക്കിയതിന് ശേഷം നമ്മൾ ഈ മസാല തേച്ച് വെച്ച ചിക്കൻ എടുത്ത് ഓരോന്നായിട്ട് ഇതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. നിങ്ങളെ പാത്രത്തിൽ എത്ര വലിപ്പമുണ്ടോ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ എൻ്റെ പാത്രത്തിൽ അതിൻ്റെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടായതുകൊണ്ട് ഞാനെല്ലാം ഒന്നിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം 2-3 മിനിറ്റോളം നമുക്കിത് നനക്കാതെ വെക്കണം. വെച്ചതിന് ശേഷം നമ്മളിട്ട് ഒരു ഭാഗം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ഭാഗത്തും ഇതേപോലെ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ 2-3-4 തവണയായിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറമായിട്ട് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കണം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ചിക്കൻ പൊരിഞ്ഞ് വരുമ്പോഴാണ് ലാസ്റ്റാണ് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തത്. നല്ല മണമാണ് ഇതേപോലെ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കാനൊക്കെ. എല്ലാം തന്നെ ഞാൻ ഫ്രൈ ആക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നല്ലതുപോലെ അപ്പുറം ഇപ്പുറമൊക്കെ ഞാൻ 2-3-4 തവണയായിട്ട് മറിച്ചിട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് കോരിയിട്ട് നമുക്കിതൊന്ന് മാറ്റിയിട്ട് വെക്കാം. എല്ലാം തന്നെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പം തന്നെ തോന്നുന്നുണ്ടാവും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയുള്ള അഭിപ്രായം പറയുക. അതേപോലെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് തരാം, സപ്പോർട്ട് തരാം. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മൾക്ക് വീഡിയോ പിന്നെയും ഇടാനുള്ള ഇത് വരുന്നത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. എന്നാൽ ശരി, ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അസ്സലാമലൈക്കും. താങ്ക് യു.